ഇപ്പോൾ എവിടെ നോക്കിയാലും പച്ചമാങ്ങയാണ് അല്ലേ. ഇപ്പോൾ നല്ലൊരു പച്ചമാങ്ങ സീസൺ അല്ല. അപ്പോൾ ഈ ഒരു പച്ചമാങ്ങ നമ്മളെപ്പോഴും ചമ്മന്തി അടിക്കുന്ന ആ ഒരു രീതിയിലല്ലാതെ ഒന്ന് വെറൈറ്റി രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയല്ലോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ. നമുക്കൊരു ചമ്മന്തി മാത്രം മതി. ഇനി വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം മീൻ പൊരിച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മാങ്ങ ചെറിയൊരു രീതിയിലൊന്ന് അതേപോലെ ഒന്ന് കഷ്ണിച്ചെടുത്ത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് തേങ്ങ എടുത്തിട്ട് ചിരണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. കാരണം ഒരുപാട് ചമ്മന്തി ഉണ്ടാക്കണം എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്ത് വെച്ചോ കേട്ടോ. ഇനി ഇതുപോലെ നമ്മുടെ ഒരു പാനിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ എടുത്ത് ഒഴിക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് ഇതുപോലെ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇതുപോലെ പൊട്ടിച്ചു കേട്ടോ. കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലെ കറിവേപ്പില കൂടെ കൂടുതൽ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. കൊളസ്ട്രോൾ അറിയാനൊക്കെ ആയിട്ടും വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ദഹനത്തിനൊക്കെ വളരെ നല്ലതായിരിക്കും കേട്ടോ കറിവേപ്പില കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ കറിവേപ്പില നമുക്ക് വെളുത്തുള്ളി ഗ്യാസ് കയറത്തില്ല. ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക് വെളുത്തുള്ളി കൂടി കൊടുക്കാം. ഇതുപോലെ നല്ല വറ്റൽമുളക് ഒരു 3-5 വറ്റൽമുളക് കൊണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചൂടാക്കി അത് വഴറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിരണ്ടി വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയുണ്ടല്ലോ, തേങ്ങയുടെ മുകളിലേക്ക് നമ്മുടെ വഴറ്റിയ എല്ലാ ഐറ്റംസും കൂടെ ഒന്ന് കൊട്ടാട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കിയെടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്കത് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. കേടാവത്തില്ല കേട്ടോ. നമുക്കത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് ചോറിന് കൊടുത്തിടാനൊക്കെ ആയിട്ട് ചോറിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തി ആയിരിക്കും കേട്ടോ. ഒരു കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് എടുത്ത് ഒഴിക്കുക. നമുക്കൊന്ന് അരഞ്ഞ് വരാനുള്ള രീതിയിൽ ഒരുപാട് വെള്ളം കോരി വയ്ക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചിരണ്ടി എടുത്തിട്ട് നമുക്കത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പച്ചമാങ്ങ ഇട്ട് വെക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സാധാ പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ വെറൈറ്റിക്കായിട്ട് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ചമ്മന്തിയുടെ അതായ രീതിയിൽ ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം അതുപോലെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കത് ഇതുപോലെ പയ്യെ ഒന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ. അതായത് കണ്ടില്ലേ നല്ലൊരു മണമാണ് കേട്ടോ. ഇത് അരഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ. ഇതിൻ്റെ ഇത് കഴിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കത് ഇതുപോലെ അങ്ങോട്ട് വാഴയുടെ ഇലയിലേക്ക് ഇങ്ങോട്ട് കൊട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ മുകളിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് കോരി ഒഴിക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. അപ്പം ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ചമ്മന്തി നമുക്കത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുവാണെങ്കിൽ ഒരാഴ്ച ഇരുന്നാലും കേടാവത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നമ്മൾ എടുത്ത് വെച്ച് കഴിയുമ്പം നമുക്കൊരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ചെറിയൊരു തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി നമുക്കത് ചെറിയൊരു ടിന്നിലേക്കോ നമുക്കൊരു ഇത് സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കത് ബോൾസ് ആക്കിയിട്ട് എടുത്ത് ഉരുട്ടി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരെ കയറ്റി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. ബൈ.